ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പയർ തോരനാണ് വെക്കാൻ പോകുന്നത്. നാടൻ പയർ അതെങ്ങനെയാണെന്ന് വെക്കുന്നത് നോക്കാം. വായോ വീഡിയോയിലേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ പയർ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് ഒരു സവാളയും 2-3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ആദ്യമേ വൃത്തിയായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചുമന്ന പയറും ഉണ്ട്, പച്ച പയറും ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പയറാണിത് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ സാധാരണയായിട്ട് ഈ വലിയ നീളം പയർ രണ്ടായിട്ട് 2 സൈഡിലെയും സൈഡ് മുറിച്ച് കളഞ്ഞ ശേഷം നടുക്കുന്ന് മുറിച്ച് രണ്ടാക്കിയിട്ട് എല്ലാ പയറും അതുപോലെ എടുത്തിട്ട് പിന്നെ അത് കഴുകിയിട്ടാണ് ഇതെടുത്തത്. എന്നിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കത്തുള്ളൂ. അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. വലിയ പയർ, നീളം പയർ നടുക്കുന്ന് മുറിച്ചെടുക്കും. എന്നിട്ട് സൈഡ് രണ്ടും മുറിച്ച് കളഞ്ഞിട്ട് അത് ഒന്നിച്ചെടുത്ത് കഴുകി വാരിയെടുക്കും. എന്നിട്ട് പിന്നെയാണ് അരിഞ്ഞ് എടുക്കുന്നത്. ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കുറേശ്ശെ പയറെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് എളുപ്പം ഇങ്ങനെ അരിയുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ സാധാരണ അരിയാറുള്ളത്. എല്ലാം കൂടെ ഒന്നിച്ച് 3-4-5 കയ്യിലെടുത്ത് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് സാധാരണ പച്ചക്കറി അരിയാറുള്ളത്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഏത് പച്ചക്കറിയും ഇതുപോലെയാണ് അരിയുന്നത്. ചെറിയ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് പയർ തീരെ പൊടിയായിട്ടല്ല, ഇച്ചിരി വലുപ്പത്തിലാണ് ഞാൻ അരിയുന്നത് കേട്ടോ. ഓരോരുത്തർ അതിലും കനം കുറച്ച് അരിയുന്നവരുണ്ട്. ഞാൻ ഇച്ചിരി കനം കൂട്ടിയാണ് അരിയുന്നത് കേട്ടോ. അപ്പം പയറെല്ലാം അരിഞ്ഞെടുക്കട്ടെ. കുറേശ്ശെ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ മൊത്തം അരിഞ്ഞെടുക്കാം. അങ്ങനെ പയർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞതെല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം പയറും അരിഞ്ഞെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പയറിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിടണം. പയർ തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെളുത്തുള്ളി പയറിലേക്ക് അരിഞ്ഞിട്ടു. തോരൻ വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. പയറെല്ലാം കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തേങ്ങ തിരുമിയതിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യമായിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ ഒരു താവി എടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും വേകണമല്ലോ. അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.
എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പിന്നെ കാണാം.